ആവാതെ നിൽക്കുന്ന നിരവധി യുവാക്കൾ ഇന്ന് നമ്മളെ സമൂഹത്തിൽ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അവർ നമ്മുടെ പോലെ തന്നെ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ട കുട്ടികൾ തന്നെയാണ്. അവരെ ഈ ഒരു കാരണം മാത്രം പറഞ്ഞ് അവർക്ക് വിവാഹം നിഷേധിക്കാൻ നമ്മൾക്ക് ആർക്കും തന്നെ അവകാശമില്ല. പക്ഷേ അതിൻ്റെ കാര്യത്തിലായാൽ പോലും അങ്ങനെ 7, 8 അല്ല 8 അഷ്ടമത്തിൽ ചൊവ്വയോ അല്ലെങ്കിൽ ശനിയോ വരുന്ന കുട്ടികൾക്ക് വിവാഹം നടത്താനായിട്ട് അതിനും ആചാര്യൻ നിയമം പറയുന്നുണ്ട്. പക്ഷേ അതുപോലും ആരും നോക്കാറില്ല. അത് കൃത്യമായിട്ട് അതിനുള്ള നിയമം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ജ്യോതിഷം പഠിച്ചവർക്ക് അതറിയാം. അവരത് അങ്ങനെയുള്ള ജാതകങ്ങൾക്ക് അത് ചേർത്ത് തരികയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഈ പോഷ്ക്ക് കാണിക്കുന്നവരുടെ പിറകെ പോവാതെ ശാസ്ത്രീയമായിട്ട് പൊരുത്തം നോക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയി നോക്കണം. അതുപോലെ തന്നെ വേറൊന്നാണ് ദശകൾ. അതായത് പരസ്പരം രണ്ടുപേരുടെയും ദശകൾ ഇങ്ങനെ എഴുതി അതിൻ്റെ സീക്വൻസ് നമ്മൾ നോക്കി രണ്ടുപേർക്കും ഒരേ സമയം ദോഷ സമയങ്ങൾ വരാതെയും, പിന്നെ അതിൽ പ്രധാനം എന്ന് പറയുന്നത് ദശാസന്ധിയുടെ കാര്യത്തിൽ പോലും 6 മാസത്തിനുള്ളിൽ രണ്ടുപേർക്കും ദശാസന്ധി വരരുത്. അത് മാത്രമാണ് അതിനകത്തുള്ള ഒരു ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ചിലർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വർഷം കഴിഞ്ഞ് വരുന്ന ദശാസന്ധി ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തമ്മിൽ ചേർക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു 10 വർഷം ഇവരുടെ ജാതകം നോക്കണമെങ്കിൽ ഒരു 10 വർഷം മുൻപ് അവർ കുട്ടികളായിരുന്ന കാലത്തുള്ള ദശാസന്ധി എടുത്തിട്ട് ഇതിൽ ദശാസന്ധി ഉണ്ട് അതുകൊണ്ട് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥ ദശാസന്ധി വരുന്നെങ്കിൽ 6 മാസത്തിനകത്ത് രണ്ടുപേർക്കും ദശാസന്ധി വന്നാൽ മാത്രമേ അതിനെ ദോഷമായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ആ ജാതകങ്ങൾ ചേർക്കാവുന്നത് തന്നെയാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഘടന എന്ന് പറയും. 2 ജാതകങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ അതിലെ ഗ്രഹങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതിലും അല്ല ഭാവാധിപത്യവും ഭാവവും കാരകനും എല്ലാം ഏതേത് രാശികളിൽ നിൽക്കുന്നു, അവർ തമ്മിൽ ബന്ധുക്കളും അവർ തമ്മിൽ അടുത്ത ബന്ധുക്കളാണോ അതിൻ്റെ അംശകത്തിലാണോ നിൽക്കുന്നത്, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ 2 ജാതകങ്ങൾ തമ്മിൽ ചേർക്കാവൂ എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനാണ് ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജാതകത്തിൽ തമ്മിലുള്ള ഗ്രഹങ്ങളുടെ സാമ്യം, ഗ്രഹങ്ങളുടെ അവസ്ഥ, ദശാസന്ധി, ഘടന, ഇക്കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വ്യക്തമായി നോക്കേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ 2 ജാതകങ്ങൾ തമ്മിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ നക്ഷത്ര പൊരുത്തത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട. അത് നോക്കാനായിട്ട് നിങ്ങളൊരു ദൈവജ്ഞനെ സമീപിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളൊരു പഞ്ചാംഗം വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദൈവജ്ഞനെ കൊടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്ര പൊരുത്തമല്ല, അതിന് പകരം ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ, ഗ്രഹങ്ങളുടെ സാമ്യം, ദശാസന്ധി, ഘടന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അത് നോക്കാൻ പ്രാപ്തരായ ജ്യോതിഷന്മാരെ നിങ്ങൾ സമീപിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹങ്ങൾ തുടർന്ന് നടക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ അവസ്ഥയിൽ 30-35 വയസ്സായാലും ആൺകുട്ടികൾക്ക് കല്യാണം നടക്കില്ല, 25 മുകളിൽ 32 വയസ്സായാലും പെൺകുട്ടികൾക്കും കല്യാണം നടക്കില്ല. അങ്ങനെ രണ്ടും ഇങ്ങനെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് യാതൊരു ഇതുമില്ല. കാരണം പുതിയ കുട്ടികൾ തമ്മിൽ വിവാഹങ്ങൾ നടന്നാലേ പുതിയ ജനറേഷൻ വരുവുള്ളൂ. പുതിയ ജനറേഷനെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രായത്തിൽ വിവാഹം നടന്നാലേ കഴിയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ സമയം തെറ്റി കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ആഹാര രീതിയും അനുസരിച്ച് എല്ലാവർക്കും ഒരുപാട് ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസയെല്ലാം കൊണ്ട് റീപ്രൊഡക്റ്റീവ് സെൻറ്ററിൽ കൊടുക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു വല്ലാത്തൊരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് കുട്ടികളെ കൃത്യമായിട്ട് അവരുടെ നല്ല വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കണക്ക് ആവശ്യമില്ലാത്ത ജാതക പൊരുത്തത്തിൻ്റെ പിറകെ പോവാതെ വേണ്ടത് യുക്തമായ കാര്യങ്ങളും മാത്രം നോക്കി അത് നിർവഹിക്കുവാനായിട്ട് എല്ലാ അച്ഛനമ്മമാരും തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുത്തേക്കാം. അതനുസരിച്ച് വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം തരുന്നതാണ്. കാരണം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് എൻ്റെ മകന് 3.5 പാവമുണ്ട്, അല്ലെങ്കിൽ 5.5 പാവമുണ്ട്, അല്ലെങ്കിൽ 8 ചൊവ്വയാണ്, 7 ചൊവ്വയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുദ്ധജാതകമാണ് എന്നൊന്നും പറഞ്ഞ് ആർക്കും കൊടുക്കരുത്. പകരം നിങ്ങളെ ഗ്രഹനിലയും നിങ്ങളെ ബയോഡേറ്റയും കൊടുക്കുക. അത് നോക്കിയിട്ട് അതിൻ്റെ നോക്കാൻ കഴിയുന്ന വ്യക്തികൾ ഈ നാട്ടിൽ ഒരുപാട് ദൈവജ്ഞന്മാരുണ്ട്. അവർ കൃത്യമായിട്ട് ഇത് നോക്കി നിങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു തരും.
അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുത്ത് പോകുക. അല്ല സ്വയം നിങ്ങളെല്ലാം ജ്യോതിഷന്മാരാവാൻ ശ്രമിക്കരുത്. അത് നമ്മളെ വളരെ അപകടത്തിലാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.